ബിഗ് ബോസ് ഹൗസ് ഓരോ സീസൺ എന്ന് പറയുന്നത് ഓരോ വീടാണ്. ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ്. ഈ വീട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആണ്, അടുത്ത വീട് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഒരുപോലെ ആകാൻ പറ്റില്ലല്ലോ. ബിഗ് ബോസ് കാണാറുണ്ട് ഇപ്പോൾ? ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സമയം കിട്ടുമ്പോൾ കാണാം. എന്ത് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളുടെ സീസണൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണുന്നുണ്ട്, ബൈക്ക് ക്ലിപ്പ് ബൈറ്റ്സുകളായ അങ്ങനത്തെ ഇത് കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സീസൺ നോക്കുമ്പോൾ 6 കണ്ടസ്റ്റൻസ് കയറിയതിന് ശേഷം ഇച്ചിരി സ്പൈസ് ചെയ്തു, അതിനുശേഷം ഡൗൺ ആയിരുന്നു. തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ സീസൺ? ബിഗ് ബോസ് ഹൗസ് ഓരോ സീസൺ എന്ന് പറയുന്നത് ഓരോ വീടാണ്. ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ സമൂഹത്തിൻ്റെ പ്രതിഫലനം എന്നൊക്കെ പലരും പറയുന്നുണ്ട്, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോ ആണ് ആദ്യം മനസ്സിലാക്കുക. ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ്. ഈ വീട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആണ്, അടുത്ത വീട് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഒരുപോലെ ആകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുൻകാല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എൻ്റെ കഴിവിനേക്കാൾ ഉപരി പ്രേക്ഷകർ തന്ന സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ സീസൺ, 3rd സീസൺ പ്രേക്ഷകരുടെ പേരിൽ, അതിലെ താരങ്ങൾ പ്രേക്ഷകരായിട്ട് എന്നെ പ്രേക്ഷകരായിട്ട് എന്നെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ സീസൺ വേറൊരു ടൈപ്പ് സീസണാണ്. അതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ ഞാനതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനോ, ഞാൻ അതിനെ എങ്ങനെ എൻജോയ് ചെയ്ത് കാണുന്നേ. മെയിനായിട്ട് ഇപ്പം ബിഗ് ബോസ് ഇപ്പോൾ വിവാദത്തിലാണ് സത്യം പറഞ്ഞാൽ. മാരാർ ഇങ്ങനെ ഒരു പറഞ്ഞു, അപ്പം ഇത് ഫേക്കാണ്, പല കൃത്രിമങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്, കാസ്റ്റിംഗ് വെച്ചിട്ട് പെൺകുട്ടികളെ പോലും ഒരു അപമര്യാദ രീതിയിൽ പെരുമാറിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടത്. അങ്ങനെ ഭയങ്കര ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബിഗ് ബോസ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, എനിക്ക് വ്യക്തതയും കൃത്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ല. എന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ കയറിയത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു വ്യക്തതയും കൃത്യതയില്ല. എന്താ എനിക്കതിന് പുള്ളിയുടെ തന്നെ ചോദിക്കുന്നത്. എനിക്ക് വ്യക്തതയും കൃത്യതയുള്ള കാര്യത്തെക്കുറിച്ച്, കാരണം ഞാനെന്ന് പറഞ്ഞൊരാൾ അതിനകത്ത്, ഞാൻ പറയട്ടെ, ഞാനതിനകത്ത് ജയിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ വന്നൊന്ന് ഈ പറഞ്ഞ പോലെ കുറച്ചാൾ അവരുടെ ഒരു സീക്രട്ട് റൂമിനകത്ത് മാറി, അതിനുശേഷം ഡോക്ടറെ കണ്ടിട്ട് അവിടെ വെച്ച് ഡോക്ടറെ കാണിച്ചിട്ട് എന്നെ തിരിച്ചു വരാം. അപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് എന്നെ തോൽപ്പിക്കായിരുന്നു. പക്ഷേ പ്രേക്ഷകരുടെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 2 ആഴ്ച നിൽക്കുമെന്ന് വിചാരിച്ച് പോയ ഒരാളാണ്. അപ്പോൾ അത്രയും നിർത്തി അവരെന്നെ അത്രയും എന്നിട്ടും വലിയ വോട്ടിൽ എന്നെ ജയിപ്പിച്ചു. പിന്നെ ആ കോവിഡ് സമയത്ത് എനിക്കൊരു വലിയ സഹായവും വലിയൊരു സ്നേഹവും തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസ്. നമ്മളൊരു ബയോ ബബിളിനകത്തായിരുന്നല്ലോ. കോവിഡിൻ്റെ പീക്ക് ടൈമിലായിരുന്നു. അപ്പോൾ ഒരു ബയോ ബബിളായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹൗസിനകത്ത് ഒരു വ്യക്തതയും കൃത്യതയുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊരു വ്യക്തതയും കൃത്യതയുണ്ട്. ഇപ്പുറത്തുള്ള വ്യക്തതയും കൃത്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല. നോർമലി എല്ലാ സീസൺസ് ഈ പറഞ്ഞ പോലെ ഓരോ വീടാണ്. ഓരോ ആളുകൾ വരുമ്പോൾ എന്തായാലും അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ആയാലും മാറും, വരുന്ന ആളുകളുടെ സ്വഭാവം മാറും. ഈ സീസണിൽ അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല, പദ്ധതിയിൽ വെറുതെ കാണിച്ചു കൂട്ടിയതുപോലെ ആയിപ്പോയത്. സിബിനെ ഔട്ടാക്കുന്നു, അതിന് കുറേ പൂജ പോകുന്നു, ഹെൽത്ത് ഇഷ്യൂസിന് പുറത്ത് പോകുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂടൽ പോലെ ഫീൽ ചെയ്തോ ഈ സീസൺ കണ്ടു കഴിഞ്ഞപ്പോൾ? ഇല്ല ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പണ്ട് സിനിമയിൽ വരുന്നതിനും സിനിമ കാണാൻ പോയിട്ട് എല്ലാ സിനിമയും വിമർശിക്കുക. പക്ഷേ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയാൽ സിനിമയിലൊരു സിനിമാ പ്രവർത്തകനായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം ഓരോ സിനിമയുടെ പിന്നിലും. എല്ലാ സിനിമയിലും ഇപ്പം ഞാൻ ലാസ്റ്റ് അഭിനയിച്ച മുത്തപ്പൻ സിനിമ. പണ്ട് ഞാൻ ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസൺ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ അതിനകത്തൊരു കണ്ടസ്റ്റൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനകത്തുള്ളൊരു സിൻസിയാരിറ്റി മനസ്സിലായത്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ എന്താ പറയണ്ടേ, മുൻകാലം ഒരു വീട്ടിൽ നിന്നൊരാൾ ഇപ്പോൾ പുതിയ ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീനിയർ ഇതായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. പിന്നെ അത് അങ്ങനെ ഞാനൊരു ഗെയിം ഷോ ആയിട്ട് മാത്രമേ അതിനെ കാണുന്നു. മണിക്കൂറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ ബിഗ് ബോസ് സീസൺ ആര് വിൻ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആ വീട്ടിൽ കിടന്ന് എല്ലാവരും വിജയിയാണ്. കാരണം എന്താ പറയുമ്പോൾ, ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ പൊതുവെ അവർക്ക് എൻ്റെ സ്വഭാവം അറിയാം. ഫ്രണ്ട്സിന് വിചാരിച്ചു ഇതൊക്കെ വേണോ നിനക്ക് അഭിനയം മാത്രം പോരെന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പല ഇതും തരണം ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത്. ഇവരും അങ്ങനെയുള്ള വെല്ലുവിളികൾ തരണം ചെയ്ത് ആ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എല്ലാവരും എന്നെ സംബന്ധിച്ച് വിജയികൾ തന്നെയാണ്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പ്രേക്ഷകർ നല്ല വോട്ട് കൊടുക്കുന്ന ആൾക്കാർ വിജയിക്കട്ടെ. ഇത് ഫേക്കാന്ന് എപ്പോഴും ഫീൽ ചെയ്താൽ പിന്നെ ലവ് ട്രാക്ക് ഇപ്പോൾ നമ്മൾ ആ പടം എല്ലാ സീസണും കൂടെ പേളി ശ്രീനിഷ് അങ്ങനെ ഒരു കപ്പിൾ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ലൈഫിലായാലും ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നത്. ബാക്കിയെല്ലാം ഫേക്കാന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ സീസണിൽ ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോ അത് വന്നു. പിന്നീട് അത് ഫേക്കാന്ന് പറയുന്നു, കല്യാണം കഴിക്കുന്ന ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറയാൻ ആ ഒരു സീസൺ വ്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ ഫീൽ ചെയ്തോ? മറ്റൊരാളുടെ മനസ്സറിയാൻ പറ്റുന്ന യന്ത്രമൊന്നും എൻ്റെ കയ്യിലില്ല.
നമ്മൾ എന്താ പറയണ്ടേ, ആടുജീവിതം ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ ഇതുകളും നമ്മളെ സംബന്ധിച്ച് കെട്ടുകഥകളെന്നാണ് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ അത് അവർക്കല്ലേ അറിയാത്തുള്ളൂ. അപ്പം നമ്മൾക്കതെങ്ങനെയാണ് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു വിജയിക്കട്ടെ അല്ലേ? എല്ലാവരും ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ടുള്ളവർ വിജയിക്കും. താങ്ക് യു.